ഓരോ പുതുവർഷവും നമ്മിലേക്ക് ആസന്നമാകുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ഒരു കൊല്ലം കൂടി മരണത്തിലേക്ക് അടുത്തു എന്നതാണ്. നമ്മുടെ വീടിന്റെ ഭിത്തികളിൽ നിന്ന് കലണ്ടറുകൾ ഓരോ കൊല്ലവും നമ്മൾ ഡിസംബർ അവസാനം എടുത്തു മാറ്റുമ്പോൾ എന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലത്തെയാണ് ഞാനിതാ അടർത്തി മാറ്റിയത് എന്ന് ആരാണ് ചിന്തിക്കുന്നത്? ഓരോ നഷ്ടപ്പെടുന്ന കൊല്ലവും നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിന്റെ ഏറ്റവും അവസാനമായ ഈ വെള്ളിയാഴ്ച ആത്മപരിശോധനയുടെ ഒരു സമയമായി, ഒരു സന്ദർഭമായി ഞാൻ കാണുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും പറയുമായിരുന്നു, ഹാസിബു ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ ഓരോരുത്തരും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിചാരണയ്ക്ക് നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ ചെയ്യൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹാസിബു, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടാൻ ഒരു നാൾ വരാനുണ്ട്, പരലോക വിചാരണയുടെ നാളില്. ആ വിചാരണയുടെ നാളിൽ നിങ്ങളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വയം ശരീരങ്ങളെ വിചാരണ ചെയ്യൂ. നിങ്ങളെ കൊണ്ട് മയ്യത്തായി വെച്ചിട്ട് നിങ്ങളെ പിന്നിൽ നിന്ന് ആളുകള് നിസ്കരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിസ്കരിക്കുന്നവരാകൂ. നിങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവർ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിസ്കരിക്കുന്നവരായി മാറൂ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അളക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ അമലുകളെ, നിങ്ങളുടെ നന്മകളെ എത്രത്തോളം കൊണ്ട് ചെയ്തു, ഇനി ചെയ്യാനിരിക്കുന്നു എന്ന് നിങ്ങൾ അളക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ നന്മകളെ നിങ്ങൾ നന്നായി അളക്കണം. നിങ്ങളെ അളക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നമുക്ക് മറ്റുള്ളവരെ അടക്കാനാണ് വലിയ മിടുക്ക്. മറ്റുള്ളവരെ അടക്കാൻ നമുക്ക് വലിയ മിടുക്ക. സ്വയം അളന്ന് നോക്കാൻ നമുക്ക് സമയമില്ല. സ്വയം അളന്ന് നോക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ പറയുന്നത്, ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നൊരു ലോകം പരലോകത്ത് വരാനുണ്ട്. ആ പരലോക വിചാരണയുടെ നാളിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഹാസിബൂ, സ്വയം വിചാരണ ചെയ്യാൻ. വയസ്കരിച്ചോ, അതായിപ്പോയോ, ജുമാഅയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നോ, നന്മകൾ ചെയ്യാൻ പറ്റുന്നോ, ദിക്റുകൾ സ്വലാത്തുകൾ ചെല്ലാൻ പറ്റുന്നോ, ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്നോ? സ്വയം നമ്മൾ ഓരോരുത്തരും വിചാരണ നടത്തേണ്ട സമയമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ തദ്കിറത്തുൽ ഖുർതുബി എന്ന ഗ്രന്ഥത്തിൽ വളരെ അർത്ഥവത്തായ വരികൾ, നമ്മളെ നന്നായി ചിന്തിപ്പിക്കുന്ന വരികൾ മഹാനവറുകൾ വരിയിടുകയാണ്. എന്റെ ആയുസാകുന്ന, എന്റെ രാവുകളും പകലുകളും ആയുസാകുന്ന കയറുകൊണ്ടതാ എന്നെ ഖബറിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. എന്റെ രാവുകളും
പകലുകളുമാകുന്ന കയറുകൾ ബന്ധിച്ചിതാ എന്നെ ഇതാ എന്റെ ഖബറിലേക്ക് ഒലിച്ചു കൊണ്ടുപോവുകയാണ്. രാവുകളും പകലുകളും മാറി മാറി വരുന്നു. എന്റെ ആയുസ് അവസാനിക്കുന്നു. ഞാനുണ്ടോ അറിയുന്നു. ഹയാതുക അൻഫാസുൻ തുഅദ്ദു ഫകുല്ലമാ مضى نفس منها عند قصدها جزاء حياتك നിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ അംബാസ് ഏതാനും എണ്ണപ്പെടുന്ന ശ്വാസോച്ഛ്വാസങ്ങളാകുന്നു. നിന്റെ ജീവിതമെന്ന് പറഞ്ഞാലേ ഏതാനും ക്ലിപ്തമായി എണ്ണിക്ലിപ്തപ്പെടുത്തി അല്ലാഹു നിശ്ചയിച്ച ഏതാനും ശ്വാസോച്ഛ്വാസങ്ങൾ മാത്രമാണ്. ഓരോ ശ്വാസവും തീരുന്തോറും നിന്റെ ജീവിതമാണ് മോനെ ചുരുങ്ങി 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 അവസാനിച്ചു പോകുന്നത്. ചിന്തിക്കുന്നോ? രാവുകളും പകലുകളും നമ്മുടെ ആയുസ്സിനെ സാർന്നു തിന്നുമ്പോൾ, ഓരോ മുഹറവും മാറി മാറി വരുമ്പോൾ നാം മരണത്തിലേക്ക് ഓരോ കൊല്ലവും അടുക്കുന്നു എന്ന് ആരാണ് ചിന്തിക്കുന്നത്? ചിന്താശേഷിയുടെ വഴി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ആരെ കണ്ടാലും ആരെ കണ്ടാലും ഏത് സമൂഹത്തോടും സൽക്രമങ്ങൾ കൊണ്ട് നിങ്ങൾ വേഗത്തിലാകുന്നില്ലേ? ഓ സമൂഹമേ, സൽക്രമങ്ങൾ കൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടുന്നില്ലേ? ഏറ്റവും വലിയ വിലപ്പെട്ടതായി അല്ലാഹു നിനക്ക് തന്നിട്ടുള്ളത് നിന്റെ ശ്വാസോച്ഛ്വാസങ്ങളോ. അതൊന്നും നിലച്ചാൽ മുകളിലേക്കെടുത്ത് ശ്വാസം താഴേക്ക് വിടാൻ പറ്റാതെ വന്നാൽ നമ്മുടെ പേര് എന്റെ മയ്യത്തെന്നാണല്ലേ. ബഹുവേദങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. എന്നിട്ട് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയമിലെ 84-ാമത്തെ ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഓതി കൊടുക്കോ. ഫലാ തജ്അൽ അലൈഹിം ഇന്നമാ നഅദ് ലഹും അദ്ദാ ഇന്നമാ നഅദ് ലഹും അദ്ദാ. അല്ലാഹു അവന്റെ ഖുർആനിലൂടെ സൂറത്ത് മറിയമിലൂടെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തർക്കും പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബായ നാം ഓരോ ശ്വാസോച്ഛ്വാസവും നിശ്ചയിച്ച് എണ്ണിക്കണക്കാക്കി ക്ലിപ്തപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് ബയ്യന അല്ലാഹു അസ്സ വജൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ശ്വാസം ദുനിയാവിൽ എടുക്കണം തള്ളണം എന്ന് കൃത്യമായി, വളരെ കൃത്യമായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടാനോ കുറയ്ക്കാനോ ഒരു നാഴിക അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർക്കും കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട കണക്കാക്കിയിട്ടുള്ള ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ ഖദറുണ്ട്. അത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അതിനപ്പുറം വേറെ കിട്ടൂല. ബഹുമാനപ്പെട്ട ഇമാമുന അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു തആല അവിടെ ഇന്നമാ നഅദ് ലഹും അദ്ദാ, തീർച്ചയായും ഓരോരുത്തർക്കും നാം നിശ്ചയിച്ചു കണക്കാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു തന്നിട്ടുള്ള ഈ ശ്വാസോച്ഛ്വാസങ്ങളാണെന്ന് സയ്യിദുനാ അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ഇമാമുനാ ഗസാലി തങ്ങൾ പറയുകയാണ്, നമ്മുടെ അവസാനം എടുക്കുന്ന ഒരു ശ്വാസമുണ്ടല്ലോ, ആഖിറുൽ അദദി ഫുറൂജു നഫ്സക വആഖിറുൽ അദദി ഫിറാഖു അബിക വആഖിറുൽ അദദി ദുഹൂലുക ഫീ ഖബരിക. അതിന്റെ അവസാനം നിന്നെ കുഴിമാടത്തിൽ കൊണ്ടെത്തിക്കും പൊന്നുമോനെ.
നിന്റെ ശ്വാസം അല്ലാഹു നിശ്ചയിച്ച അവസാനത്തെ ശ്വാസം നീ എടുത്തിട്ട് അത് പുറത്തേക്ക് തള്ളാൻ പറ്റാതെ വന്നാൽ ആഖിറുൽ അദദി ഖുറൂജു നഫ്സക, നിന്റെ ശരീരത്തെ പിന്നെ കൊണ്ടുപോയി കിടത്തുന്നത് കുഴിമാടത്തിലാണ്, ഖബറിലാണ്. വാഖിറുൽ അദദി ഫിറാഖു അഹ്ലിക, നീ എടുത്ത ശ്വാസം പുറത്തേക്ക് തള്ളാൻ പറ്റാതെ വന്നാൽ നിന്റെ കുടുംബത്തോട് അതോടെ വിട പറയലാണ്, നിന്റെ കുടുംബത്തെ നാട്ടുകാര് വിട്ടുപിരിയലാണ്. വാഖിറുൽ അദദി ദുഖൂലുക ഫീ ഖബരിക, അല്ലാഹു നിനക്ക് നിശ്ചയിച്ചു തന്ന ശ്വാസം അകത്തോട്ടെടുത്തത് പുറത്തേക്ക് തള്ളാൻ പറ്റാതെ വന്നാൽ അതോടുകൂടിയിട്ട് നീ ഖബറിന്റെ ഉള്ളിലാകുന്നു മോനെ. അതാണ് അല്ലാഹു ഇന്നമാ നഅ്തുലഹും അദ്ദാ, ഓരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ച് കണക്കാക്കി തന്നിട്ടുള്ള ഒരു സമയത്ത് അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം നമുക്കറിയാലോ, അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം 250-ൽ ചെല്ലുവാനും ആളുകളെയും കൊണ്ട് പറന്നുയർന്നു. ഏതാനും മിനിറ്റുകൾക്കകം തകർന്നടിഞ്ഞുവെങ്കിൽ ആ വിമാനത്തിൽ യാത്രക്കാരും ജോലിക്കാരുമായിട്ടുണ്ടായിരുന്ന 275ഓളം ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് വെന്തു മരിച്ചു. ഇല്ലേ, ചിന്തിച്ചു നോക്കൂ, 275 ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് വെന്തു മരിച്ചു. ഓരോരുത്തർക്കും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറവുമില്ല അതിന്റെ ഇപ്പുറവുമില്ല. പക്ഷേ ആ വിമാന അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു, വിശ്വകുമാർ രമേശ് അല്ലേ? വിമാന അപകടത്തിൽ ദാരുണമായി മുഴുവൻ ജനങ്ങളും വെന്തു മരിച്ചപ്പോഴും തന്റെ മൊബൈലിന് പോലും കേടുപാട് പറ്റാതെ ആ മൊബൈലും പിടിച്ചുകൊണ്ട് ആംബുലൻസിലേക്ക് നടന്നുപോയി ഒരു ചെറുപ്പക്കാരനായ വിശ്വകുമാർ രമേശിനെ പറ്റിയോ എന്തേ? അവന്റെ ശ്വാസോച്ഛ്വാസം നിലച്ചിട്ടില്ല. അല്ലാഹ് അവൻ ഇനിയും ദുനിയാവിൽ ജീവിക്കാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ ആ വിമാനത്തിൽ സഞ്ചരിക്കാത്ത ഒരു ചെറുപ്പക്കാരിയായ പെണ്ണും രക്ഷപ്പെട്ടു. ഭൂമി ചൗഹാൻ എന്ന യുവതി, അത് ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. പിന്നെ ആ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വന്നു, വഴിയിൽ ട്രാഫിക്കിൽ പെട്ടിട്ട് താൻ പോകേണ്ട ഈ വിമാനത്തിൽ കയറാൻ പറ്റാതെ ആ യുവതി എയർപോർട്ടിൽ വളരെ പ്രയാസത്തോടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. കയറാൻ പറ്റാന്നറിയോ? വഴിയിൽ ബ്ലോക്കായി പോയി. ശരിക്കും അതാണോ? അല്ല പിന്നെയോ. لا يستأخرون ساعة ولا يستقدمون. ولكل أمة أجل. ഓരോ വ്യക്തികൾക്കെന്നല്ല അല്ലാഹു അവിടെ പറഞ്ഞത്, ഓരോ വിഭാഗം ജനങ്ങൾക്കും, ഒരു കൂട്ടം ജനങ്ങൾക്ക്, ഓരോ സമൂഹത്തിനും നാം അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നപ്പോ തുടങ്ങി ഇന്നപ്പോ അവസാനിക്കണോ? ഓരോ വ്യക്തികൾക്കുമുണ്ട് അവധി, അജൽ. പക്ഷേ لا يستأخرون ساعة ولا يستقدمون. أجل بلديان لا يستأخرون ساعة ولا يستقدمون. ഒരു സെക്കൻഡ് സമയം, ഒരു നാഴിക നേരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കൃത്യസമയത്ത് അല്ലാഹു ആയുസ് എടുത്തിരിക്കും. റഹ്മാനായ ജല്ല ജലാലായ അളീമായ റബ്ബു തആല അല്ലാഹു നമുക്ക് ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട്
ആത്മവിചിന്തനത്തിന്റെ പുനർവിചിന്തനത്തിന്റെ ആത്മപരിശോധനയുടെ സമയമാണ്. ഓരോ ദുൽഹിജ്ജമാസം അവസാനിക്കുമ്പോഴോ ഓരോ മുഹറം നമ്മിലേക്ക് പിറവിയെടുക്കുമ്പോഴോ അതുകൊണ്ട് വലാ തർജു ഫിഇലൽ ഖൈരി യൗമൻ ഇലാ ഗദീ ലഅല്ല ഗദൻ യഅതി വഅന്ത ഫഖീദു ولا ترج فعل الخير يوما إلى غدي. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്തോണം കേട്ടോ, നാളേക്ക് നീ മാറ്റി വെക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റാമെങ്കിൽ ഇന്ന് ചെയ്യണം. ഇന്നുള്ള ആരോഗ്യം നാളെ ഉണ്ടാകില്ല. ഇന്ന് ആരോഗ്യമുണ്ടോ ഇന്ന് ചെയ്യണം, നാളത്തേക്ക് മാറ്റി വെക്കരുത്. വലാ തർജു ഫിഅലൽ ഖൈരി യൗമൻ ഇലാ ഗദീ ലഅല്ല ഗദൻ യഅതി വഅന്ത ഫഖീദു. നാളെ എത്തുമ്പോൾ നാളെയായി എത്തുമ്പോൾ വഅന്ത ഫഖീദു നീ ഉണ്ടാകില്ല. നീ എവിടെയായിരിക്കും? നീ ഖബറിലായിരിക്കും മോനെ. അതുകൊണ്ട് അല്ലാഹു നിനക്ക് ഇന്ന് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ഒഴിവ് സമയങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നീ നന്നായി മുതലെടുത്തുകൊള്ളണം. നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കാൻ പാടില്ല. ജലാലായ അളീമായ റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും മുഴുവനും സ്വാലിഹായ സൽക്രമമായി നീ ഖബൂലാക്കണം അല്ലാഹുവേ. ഒരു കൊല്ലമിതാ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണല്ലോ. ഒരു പുതുവർഷ പുലരിയിലാണ് ഞങ്ങളുള്ളത് റബ്ബേ. ഇന്നലകളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമലുകൾ കൈകളിലില്ല, ഒന്നും തന്നെയില്ല റബ്ബേ. അല്ലാഹുവേ, വരുന്ന പുതുവർഷോ നീ ഖൈറുള്ളതാക്കി, അനുകൂലമുള്ളതാക്കി, ആരോഗ്യമുള്ളതാക്കി, ആഫിയത്തുള്ള പുതുവർഷമാക്കി തരണേ അല്ലാഹ്. കൂടുതൽ സംക്രമങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ അല്ലാഹ്. പാപങ്ങൾ ദോഷങ്ങൾ പുറത്തു ആപ്പ് നൽകണമേ അല്ലാഹ്. ആഫിയത്ത് നൽകണം അല്ലാഹ്. ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ തരണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ തരണേ റബ്ബേ. ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ്, നിന്റെ കരത്തുമ്പോ ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ വിട പറയും അല്ലാഹ്. എപ്പോ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും നല്ല ഈമാനുള്ള മരണങ്ങൾ നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അർഹമർ റബ്ബേ, സ്വർഗം കണ്ട് മുത്തായ തങ്ങളെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്.